എൻ്റെ പേര് നിമ്മിമോൾ മാത്യു. ഞാൻ വരുന്നത് കോട്ടയം നെടുങ്കുന്നത്തു നിന്നാണ്. ഞാൻ പഠിച്ചത് നേഴ്സിംഗ് ഹൈദരാബാദ് അബിഡ്സിലെ ഫെർണാണ്ടസിലാണ്. അവിടെ ഞാൻ 1 year എക്സ്പീരിയൻസ് ചെയ്ത് സൗദിയിൽ പോയി. അവിടെ 7 years എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. അതിനുശേഷം യൂറോപ്യൻ കൺട്രിയുടെ സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് OIT പഠിക്കാൻ നാട്ടിലേക്ക് പോന്നു. ഞാൻ ആദ്യം ജോയിൻ ചെയ്ത് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അവിടെ പഠിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് ക്ലിയർ ആകാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ ഇവിടെ എക്സാം ബാച്ചിൽ IRS ജോയിൻ ചെയ്തു. എനിക്ക് പൊതുവേ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് റീഡിംഗ് മൊഡ്യൂളായിരുന്നു. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ അതാണ് കിട്ടാതെ പോയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയായി. കാരണം എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ അതിന് ഒരുപാട് യൂസ്ഫുൾ ചെയ്തു. പ്രത്യേകിച്ച് എക്സാം ബാച്ചിൽ വിൻസാറും അശ്വതി മാമും എങ്ങനെ അത് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിഫറൻസ് മനസ്സിലാക്കി തന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, ആൻസറിലേക്ക് എങ്ങനെ പോകാം, കീ പോയിന്റുകൾ പറഞ്ഞു തന്നു. പിന്നെ എ പാർട്ടിലാണെങ്കിലും 15 മിനിറ്റിനുള്ളിൽ നമുക്ക് എങ്ങനെ അത് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാമെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു. അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്തു. അതെനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായി. അപ്പോൾ എനിക്ക് സിനോണിം വെച്ച് ക്വസ്റ്റ്യൻ വന്നാൽ പോലും നമ്മൾ ഒരുപാട് സിനോണിം വേർഡ്സ് പഠിക്കാൻ നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റില്ല. ഇത്രയും ടൈം പീരീഡിനുള്ളിൽ നമുക്ക് ആ എല്ലാ സിനോണിമും നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സിനോണിം ക്വസ്റ്റ്യൻ വന്നാൽ അതിനെ എങ്ങനെ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം, ആൻസറിലേക്ക് പെട്ടെന്ന് ഏത് ടെക്സ്റ്റിലാണോ ഉള്ളതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെ അത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടുന്ന് പറഞ്ഞു തന്നു. അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്തു. അത് ഞാൻ എൻ്റെ മെയിൻ എക്സാമിന് അപ്ലൈ ചെയ്തത്. ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എപ്പോഴും ഡിഫിക്കൽട്ട് ആയിരിക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമുക്ക് സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ സെക്കൻഡ്ലി IRSനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയ ഒരു ഇതെന്ന് പറയുന്നത് ഇവിടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് റീഡിങ്ങും ലിസണിങ്ങിനും പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കത് 1 by 1 ആയിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളിൽ എത്രത്തോളം കഴിവുണ്ട് അതിനെ അച്ചീവ് ചെയ്യാൻ. പിന്നെ ഇവിടുത്തെ ട്യൂട്ടേഴ്സ് എപ്പോഴും അവൈലബിൾ ആണ്. നമുക്ക് ഡൗട്ട് ചോദിക്കാം അവരോട്. അപ്പോൾ അതെങ്ങനെ അതിനെ മാനേജ് ചെയ്യാം, ഇത്ര ടൈമിനുള്ളിൽ വെച്ച് എങ്ങനെ ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം, ഏത് ടൈപ്പ് ക്വസ്റ്റ്യനാണ്, ഇതൊക്കെ അവർ ഡിഫറൻസ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് തന്നെ നമ്മൾ ഞാനിവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ ഇരുന്നുള്ള പ്രാക്ടീസേ ഉള്ളൂ. വീട്ടിൽ ചെന്ന് എനിക്ക് മോനുള്ളത് കൊണ്ട് പിന്നെ ഫാമിലി ഉള്ളതുകൊണ്ട് ടൈം കിട്ടാറില്ല. ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 1 day നമുക്ക് എക്സാം ആണെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഇവിടുത്തെ ട്യൂട്ടേഴ്സ് എക്സ്പ്ലനേഷൻ കഴിഞ്ഞ് അവർ തന്നെ നമ്മളോട് പറയും, നമ്മൾ തന്നെ ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് 3-4 പേര് ജോയിൻ ആയിട്ടിരുന്നിട്ട് എങ്ങനെ ഇത് ആൻസർ വന്നു, ശരിയായ ആൻസർ വന്നു, ഇനി തെറ്റാണെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം, ട്യൂട്ടേഴ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും അതെങ്ങനെ ആൻസർ ശരിയായ ആൻസർ എങ്ങനെ വന്നു എന്ന്. അതൊരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് തന്നു സ്വയം. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാക്കി സാധിച്ചു. ഇപ്പം ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റിപ്പോയെങ്കിലും ആ ഒരു ഡിസ്കഷൻ ടൈമിൽ എനിക്ക് പിടികിട്ടുന്നുണ്ട് ഇത് എങ്ങനെ ആൻസർ വന്നു എന്ന്. നെക്സ്റ്റ് ടൈം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു ലെവലിലേക്ക് നോക്കുമായിരുന്നു. അങ്ങനെ കുറേ ആൻസറുകൾ എനിക്ക് ശരിയാകാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് വന്നത് എക്സാമിൻ്റെ ആ ഒരു ടൈമിനോട് എടുത്തപ്പം. സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യം എനിക്കങ്ങനെ വലിയ പേടിയൊന്നുമില്ലായിരുന്നു. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് പോയത്. റിസൾട്ടിലും ഒരു പേടിയില്ലായിരുന്നു. വളരെ കൂളായിട്ട് തന്നെയാണ് നോക്കിയത്. ദൈവത്തിന് വലിയ കൃപയിൽ പാസ്സായി.